സഹകരണ മേഖലയിൽ ആദ്യമായി തലശ്ശേരിയിൽ ആരംഭിച്ച വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ രജത ജൂബിലി വാർഷികാഘോഷ സമാപനം മെയ് 1 വൈകിട്ട് 3 ഇ നാരായണൻ ബാങ്കറ്റ് ഹാളിൽ ചേരും. കേരള നിയമ പരിഷ്കരണ കമ്മീഷൻ അംഗവും റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുമായ ടി ഇന്ദിര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി അധ്യക്ഷയാകും. 2000 മാർച്ച് 11 അന്നത്തെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രി എസ് ശർമ്മ തലശ്ശേരിയിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നാടിന് സമർപ്പിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 11 ഹോസ്റ്റൽ പ്രവർത്തനം 25 വർഷം പൂർത്തിയാക്കിയിരുന്നു. അന്ന് ലളിതമായ ചടങ്ങാണ് നടത്തിയിരുന്നത്. ഇതിനകം ആയിരക്കണക്കിന് സ്ത്രീകൾ ഹോസ്റ്റലിന്റെ സുരക്ഷിതത്വവും തൃപ്തികരമായ സേവനവും അനുഭവിച്ച് പടിയിറങ്ങിയിട്ടുണ്ടെന്നും സ്മരണയുമായി ഇവരിൽ പലരും രജത ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചതായും തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 135 സ്ത്രീകൾക്ക് ഒരേ സമയം സുരക്ഷിതമായി താമസിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് വനിതാ ഹോസ്റ്റലിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥിരമായി താമസിക്കുന്നവർക്ക് പുറമെ പ്രത്യേകമായ എന്തെങ്കിലും ആവശ്യത്തിന് ഏതാനും ദിവസത്തേക്ക് മാത്രമായിട്ട് തലശ്ശേരിയിൽ തങ്ങേണ്ടി വരുന്ന സ്ത്രീകൾക്കും ഇവിടെ പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിനകം ആയിരക്കണക്കിന് സ്ത്രീകളാണ്, കേരളത്തിന്റെ നാനാ മേഖലയിലുമുള്ള ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ ഹോസ്റ്റലിന്റെ പ്രയോജനം ഉൾക്കൊണ്ടിട്ടുള്ളത്. മാർച്ച് 11 യഥാർത്ഥത്തിൽ 25 വർഷം പൂർത്തിയായ ദിവസം. അന്നേ ദിവസം രജത ജൂബിലിയുടെ ഭാഗമായി ലളിതമായ ഒരു ചടങ്ങ് മാത്രമേ സംഘടിപ്പിച്ചിരുന്നുള്ളൂ. കണ്ണൂർ ജില്ലാ കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള മുൻ ജഡ്ജ് ശ്രീമതി ടി ഇന്ദിര ഈ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നു. രജത ജൂബിലി ആഘോഷ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ഹോസ്റ്റൽ ഇൻമേറ്റ്സും ബാങ്ക് ജീവനക്കാരും ചേർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കും. ബാങ്ക് ഡയറക്ടറും ഹോസ്റ്റൽ ചുമതലക്കാരിയുമായ ആമിന മാളിയക്കലും ബാങ്ക് ജനറൽ മാനേജർ CM സന്തോഷ് കുമാറും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ് തലശ്ശേരി.